ഹായ് നോറ. ഹലോ ഹലോ. അടിപൊളിയായിട്ടുണ്ടല്ലോ ലുക്ക്. താങ്ക് യു. അതെടുക്കാം. നമുക്കൊന്ന് അങ്ങോട്ട് അല്ലേ? അറിയാം കുറച്ച് സൈഡിലേക്ക് അല്ലേ? അപ്പൊ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടാ പോകുന്നത്? പ്ലാനിങ് ഒന്നുമില്ല, അങ്ങനെ എന്താ പറയാ, പോകും, എല്ലാരെയൊക്കെ ഒന്നും കൂടി കാണണം, അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ പോയി പുറത്തിറങ്ങിയ ആളെന്ന സ്ഥിതിക്ക് ആര് കപ്പടിക്കാനാണ് ഒരു ചാൻസ് ആരാന്നുള്ള അറിയില്ല, ബിക്കോസ് അൺപ്രെഡിക്റ്റബിൾ ആണല്ലോ. അപ്പം അത് ഭയങ്കര അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. ആരായാലും ഞാൻ ഹാപ്പിയാണ്, ആരായാലും ഹാപ്പിയാണ്. പിന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇല്ലല്ല, അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ജനവൃത്തി പ്രകാരം നടക്കുന്ന ഒരു ഷോ ആണ്. ബിക്കോസ് എൻഡമോൾ ഷൈൻ അതൊക്കെ വോട്ടിങ് എങ്ങനെയാണോ കറക്റ്റ് അത് ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പം പുറമേ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം അവർക്ക് കിട്ടില്ല. പക്ഷെ അവർക്ക് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസും ഉണ്ടാവും. നമ്മൾ ഹേറ്ററിൻ്റെ അളവ് നോക്കണം, അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലോ. സോ ആ കാരണം കൊണ്ട് ചിലപ്പം ജയിക്കാം. ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് മോൺസ്റ്റർ, അതായത് ഒറ്റയ്ക്ക് കളിച്ച ഒരാൾ, വളരെ ഡിഫറെന്റ് ആയിട്ട് കളിച്ച ഒരാളെന്ന്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗെയിം വന്നത്? അത് അങ്ങനെ വന്നത് എന്താ വെച്ചാല് അത് അങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂല. ഞാൻ അവിടെ ചെന്ന സമയത്താണെങ്കിലും പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്താ പറയാ, അത് അക്സെപ്റ്റ് ചെയ്യാനും ഇതാക്കാനും ഭയങ്കര ഒരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അവർ എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമറ സ്പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം കളിച്ചോണ്ടിരുന്നു. ഒരിക്കലുമില്ല. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അത്ര ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ്. ഒരാൾ ടീം വർക്കിലൊന്നും പെടൂല എന്നല്ല, ഡിപ്പെൻഡൻസി ഭയങ്കര കുറവാണ്. ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട്, ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നോറ അടുത്തേക്ക് പോയി. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെ നോറ നിൽക്കണ്ട, പിന്നെ ശ്രീതു നിന്നാ മതി. സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ അങ്ങനെ നോക്കി? അല്ല, അത് എന്താ പറയാ, അവിടെ നിൽക്കുന്ന സമയത്തില്ലേ, ഇപ്പം ഞാൻ ഇവിടെ വന്ന ടൈമില് ചില എന്താ പറയാ അടിയും ഫൈറ്റും കാണുന്ന സമയത്ത് എനിക്ക് എന്നെ ചിരി വരാറുണ്ട്. ഞാൻ എന്താ കാട്ടിക്കൂട്ടിയെ നോക്കിയിട്ട്. പക്ഷെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രഷർ ഉണ്ടാവുക. അപ്പൊ ആ ഒരു പ്രഷറിൽ ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കും, ഇതാക്കുന്നതായിരിക്കും. അല്ലാതെ അത് വലിയൊരു കാര്യമായിട്ട് അങ്ങനൊന്നുമില്ല. അല്ലാതെ ഒരു ടൈം ഉണ്ടാവും. ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ലേ, ഈദ് കാര്യങ്ങൾ, അപ്പൊക്കെ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ഒരുമിച്ച് നിന്ന് അങ്ങനെ. പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയും. അതിങ്ങനെ ഒരു എന്തെങ്കിലും പറയാം അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഹലോ.